തൃത്താലയിൽ കോൺഗ്രസ് നേതാവായിരുന്ന വി.കെ. പുരുഷോത്തമനെ അനുസ്മരിച്ചു. വി.കെ. പി. സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു അനുസ്മരണ സമ്മേളനം നടത്തിയത്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് അഴിമതിക്കാരായ എൽ.ഡി.എഫിന്റെ ഭരണത്തെ താഴെയിറക്കാൻ കഴിയണമെന്നും അതിനുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകണമെന്നും ചെന്നിത്തല ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. കെ.പി.സി.സി വൈസ് പ്രസിഡന്റ് വി.ടി. ബൽറാം അധ്യക്ഷനായിരുന്നു. കെ.പി.സി.സി നിർവാഹക സമിതി അംഗം സി.വി. ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. സി.എച്ച്. ഷൗക്കത്ത് അലി, പി.വി. മുഹമ്മദ് അലി, മാധവദാസ്, ബാബു നാസർ, റഷീദ് കോഴിക്കര, വി.കെ. സഞ്ജയൻ, സി.ടി. സൈദലവി, പി.പി. ഗംഗാധരൻ, എം. മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. ദീർഘകാല കരാർ ഏർപ്പെടാൻ പോവുകയാണ്. 2041 വരെ ഒരു കരാറുണ്ടായിരുന്നു. 4 രൂപ 29 പൈസയ്ക്ക് അത് റദ്ദാക്കിക്കൊണ്ടാണ് പുതിയ കരാറിന് വേണ്ടി പോകുന്നത്. ഇന്ന് നിങ്ങൾ മാതൃഭൂമി പത്രത്തിലുണ്ട്, റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞിരിക്കുന്നു ഇതിന് വില കൂടാൻ പാടില്ല. നമ്മളെ ആളുകളെ കളിപ്പിക്കുകയല്ലേ, ആളുകളെ പൊട്ടന്മാരല്ലേ. ഇന്ന് 4 രൂപ 29 പൈസയ്ക്ക് എവിടെ നിന്ന് കിട്ടും? നമ്മുടെ ആവശ്യം 4 രൂപ 29 പൈസയ്ക്ക് തന്നെ 1 യൂണിറ്റ് വൈദ്യുതി കിട്ടത്തക്ക നിലയിലുള്ള ലോങ് ടൈം എഗ്രിമെന്റ് ഒപ്പിടണമെന്ന്. അതിനിടയിലാണ് കാർബറാണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡ് എന്ന് പറയുന്ന മണിയാറിലുള്ള ഒരു ജലവൈദ്യുതി പദ്ധതിക്ക് വേണ്ടി 30 വർഷത്തേക്ക് ലൈനാർ ഗവൺമെന്റ് കാലത്ത് കൊടുത്തതാണ്. 12 മെഗാവാട്ട് ഉത്പാദിപ്പിക്കും. ആ ഉത്പാദിപ്പിക്കുന്ന മുഴുവൻ വൈദ്യുതിയും ഉപയോഗിച്ച് കമ്പനികൾ നടത്തണം. 3 കമ്പനി അവർ നടത്തുന്നുണ്ട്. BOT ബേസിലാണ്, ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. നിർമ്മിക്കുക, ഓപ്പറേറ്റ് ചെയ്യുക, അത് തിരിച്ച് ഗവൺമെന്റ് കൊടുക്കുക. ഈ പദ്ധതി പ്രകാരം ഈ ഡിസംബർ 30 അതിന്റെ കാലാവധി കഴിയുകയാണ്. നമ്മൾ ആവശ്യപ്പെട്ടതിൽ തിരിച്ച് ഗവൺമെന്റ് കൊടുക്കും.